പെട്ടെന്നൊരു മാങ്ങാച്ചാർ ഉണ്ടാക്കിയെടുക്കാം. മാങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ കടുക്, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം കൂടെ ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കണം. തരിതരിപ്പോട് കൂടെ പൊടിച്ചെടുത്താൽ മതി. പിന്നെ 150 ഗ്രാം പച്ചമുളകും വലിയൊരു മാങ്ങയാണ്, അത് 1/2 കിലോളം ഉണ്ടാവും കേട്ടോ. അത് ഇല്ലെങ്കിൽ ചെറിയ മാങ്ങ 3 എണ്ണം ഒക്കെ ആയിട്ട് എടുത്താൽ മതി. അത് ഒന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നന്നായി കനം കുറച്ച് കൊത്തിയരിഞ്ഞെടുത്താലും മതി. പച്ചമുളകും മാങ്ങയും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തരിതരിപ്പായി പൊടിച്ച് വെച്ചിട്ടുള്ള പൊടികളിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കായം, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ സുർക്കയും കൂടെ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള എണ്ണ നന്നായി ചൂടാക്കണം. നല്ല എണ്ണയാണ്, 150 ml നല്ലെണ്ണ നന്നായി ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടുകും കൂടെ ഇട്ട് പൊട്ടിച്ചിട്ട് ചൂടോടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയാവും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി മാങ്ങ അച്ചാർ റെഡിയാണ്. പിന്നെ വെള്ളം നനവില്ലാതെ തന്നെ പാത്രത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ 1-2 ദിവസമൊക്കെ പുറത്ത് വെക്കുക, ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. പുളി തീരെ ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ടാണ് ഞാൻ സുർക്ക ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ തീരെ ചേർക്കേണ്ടി വരില്ല കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാൻ മറക്കരുത് കേട്ടോ.